ശ്വേത ഉൾപ്പെടെയുള്ളവർ പൊതുസമൂഹത്തെ പറ്റിച്ചുവെന്ന് കെ.ബി. ഗണേഷ് കുമാർ. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് രാജി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ശ്വേത മേനോൻ ഉൾപ്പെടെ ആരും രേഖാമൂലം രാജി നൽകിയിട്ടില്ലെന്ന് അമ്മയുടെ അഡ്ഹോക്ക് കമ്മിറ്റി. രാജി പ്രഖ്യാപിച്ചവർ അതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് രമേശ് പിഷാരടി എം.എൽ.എ ആവശ്യപ്പെട്ടു. പൊതുസമൂഹത്തെ ഉൾപ്പെടെ ശ്വേതയും കൂട്ടരും പറ്റിച്ചുവെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ശ്വേത അടക്കമുള്ളവരുടെ രാജി ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്നാണ് അഡ്ഹോക്ക് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത്. രാജി പ്രഖ്യാപിച്ചു മാത്രം അവർ ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇന്നാണ് മെയിലിൻ്റേതുൾപ്പെടെ ആക്സസ് ലഭിച്ചത്. ജനറൽ സെക്രട്ടറി ആയിരുന്ന കുക്കു പരമേശ്വരൻ പറഞ്ഞത് രാജിക്കത്ത് ലഭിച്ചിട്ടില്ല എന്നാണെന്ന് രമേശ് പിഷാരടി എം.എൽ.എ പറഞ്ഞു. എന്ത് പേരിട്ട് വിളിച്ചാലും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ സംഘടനയെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന ഉത്തരവാദിത്തമാണ് താനടക്കമുള്ള അംഗങ്ങൾക്കുള്ളതെന്ന് രമേശ് പിഷാരടി വ്യക്തമാക്കി. ലക്ഷ്മിപ്രിയയുടെ രാജിക്കത്ത് നേരിൽ കണ്ടിട്ടില്ല, അയച്ചിട്ടുണ്ടെന്ന് കുക്കു പരമേശ്വരനാണ് പറഞ്ഞത്. ആരും രാജിക്കത്ത് ഔദ്യോഗികമായി അയച്ചിട്ടില്ല. ഒരു ജനറൽ ബോഡിയിൽ വെച്ച് ഒരു സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഞാനും എൻ്റെ കമ്മിറ്റിയും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആ സാഹചര്യത്തിൽ സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തണം, അല്ലാതെ പൂട്ടാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ളപ്പോൾ ജനറൽ ബോഡിയുടെ ഭൂരിപക്ഷത്തിന്റെ താൽപര്യപ്രകാരം ഒരു സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിനെ അഡ്ഹോക്ക് എന്ന സ്പെഷ്യൽ കമ്മിറ്റി എന്നോ എന്ത് പേരിട്ടും ഇതിനെ വിളിക്കാം. ഇതൊരു സ്പെഷ്യൽ കമ്മിറ്റിയാണ്. താൽക്കാലിക കമ്മിറ്റികളെ പൊതുവെ അഡ്ഹോക്ക് കമ്മിറ്റികൾ എന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കാറ്. രാജിവെച്ച് പോകുന്നവരിൽ നിന്ന് എന്തെങ്കിലും പ്രവർത്തനം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. സംഘടനയുടെ ഭരണസമിതി ഒരു ദിവസം ഇല്ലാതായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഒരു കമ്മിറ്റി പെട്ടെന്നൊരു ദിവസം ഇറങ്ങിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഭരണഘടനയിലും എഴുതി വയ്ക്കുന്നില്ല, രമേശ് പിഷാരടി പറഞ്ഞു. ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. സംഘടനയെ ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ശ്വേത രാജിക്കത്ത് ഔദ്യോഗികമായി നൽകാത്തത് അവരുടെ കുഴപ്പമാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പ്രഖ്യാപിച്ച രാജി കൊടുക്കേണ്ടത് അവരുടെ കടമയാണ്. താൽക്കാലിക കമ്മിറ്റിയുടെ ചുമതലയല്ല അത്. ഞാനും എൻ്റെ കമ്മിറ്റിയും പിരിഞ്ഞെന്നാണ് അവർ പറഞ്ഞത്. ഒരു ചെക്ക് ഒപ്പിടേണ്ടത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരാണ്. ട്രഷറർ ഇവിടെയില്ല. കണക്കുകൾ സഭയിൽ വന്നപ്പോഴേക്കും അത് തള്ളിക്കളഞ്ഞു. താൻ ഇതിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് ട്രഷറർ പറയുന്നത്. താൻ ഇതിനൊന്നും ഉത്തരവാദിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞതോടെ അംഗങ്ങൾ അക്കൗണ്ട്സ് തള്ളി. അക്കൗണ്ട്സ് പൂർണ്ണമല്ലെന്ന് ഓഡിറ്ററും പറഞ്ഞു. അപ്പോഴേക്കും സംഘടനയുടെ ഭൂരിപക്ഷം പോയി. അതിനുശേഷം വന്ന 140 പേർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കും മുമ്പേ പ്രസിഡന്റ് പറയുകയാണ് രാജിവെക്കുകയാണെന്ന്. ഏത് സംഘടനയിലും അടിസ്ഥാനപരമായി അന്തിമ തീരുമാനമെടുക്കുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയുടെ തീരുമാനത്തെ നിരസിക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയില്ല. ബൈലോയിൽ എന്തുണ്ടെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ജനറൽ ബോഡിക്ക് അധികാരമുണ്ടെന്ന് ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു.